എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ത് യൂട്യൂബർ അല്ലേ, നമ്മൾ എന്നെ പോലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ്, അതായത് ഇങ്ങനെ യൂട്യൂബിലേക്ക് ഇങ്ങനെ വന്ന് ഒരു 100 സബ്സ്ക്രൈബറായി, 500ആയി, 1000ആയി, 2000ആയി, അങ്ങനെ അങ്ങനെ പതുക്കെ 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 സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന എൻ്റെ ചെറിയ യൂട്യൂബേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ചെറിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് ചില സമയത്ത് മടുപ്പ് തോന്നാറുണ്ട്. നമ്മൾ ചില വീഡിയോസൊക്കെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താണ് ഇടുന്നത് അല്ലേ. ഏത് വീഡിയോ ഇടണമെങ്കിലും യൂട്യൂബിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം, നമ്മൾ ശരിക്കും വർക്ക് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ നല്ല ക്യാമറ ആയിരിക്കത്തില്ല, നമ്മുടെ കയ്യിൽ മൈക്ക് കാണത്തില്ല അല്ലേ, നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് അത് കൊണ്ടുപോയി ഒരു എഡിറ്റിംഗ് ആപ്പിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കേണ്ടതാണെങ്കിൽ വോയിസ് ഓവർ കൊടുത്ത് അല്ലേ, മൈക്കില്ലെന്നുണ്ടെങ്കിൽ മൈക്ക് ഫോൺ ഇങ്ങനെ അടുത്ത് വെച്ച് വീഡിയോയും കാണണം, സൗണ്ടും കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് ഒരു വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ചിലർ ചിന്തിക്കുന്നത് എന്തോ പണി, എന്തോ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടാൻ എന്തോ ഇല്ല ആന കാര്യമാണോ അല്ലേ എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ അതെ കിട്ടിയിട്ട് എന്തോ അല്ല ഇട്ടിട്ട് എന്തോ ചെയ്തു, നിനക്കൊക്കെ എന്തോ കിട്ടി എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നവർ കാണുമല്ലോ. നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മളോട് ചോദിക്കുന്നവർ കാണും. നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല, കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് എന്ത് നേടാനാ എന്നൊക്കെ ആൾക്കാർ നമ്മളെ ചോദിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു വീഡിയോ ഇടുമ്പോൾ വ്യൂസ് കിട്ടുന്നില്ല, ലൈക്സ് കിട്ടുന്നില്ല, നമ്മുടെ ചാനൽ അങ്ങോട്ട് മോണിറ്റൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ. എങ്ങനെ ഇതൊന്നും നമ്മളങ്ങ് കയറും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. നമ്മൾ എല്ലാവരും പറയാറുണ്ട്, ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. എന്നെപ്പോലെ വർഷങ്ങളായിട്ട് ഈ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നവരുണ്ട്, ലൈക്ക് കുറച്ച് നാൾ മുൻപ് യൂട്യൂബിലോട്ട് വന്നവരുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനൊരു കാര്യം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, എപ്പോഴെങ്കിലും നമ്മൾ സക്സസ്സിലെത്തും. നമ്മളിപ്പം ഒരു കുഴി കുഴിക്കുമ്പം നിധി കണ്ടെത്തണം എന്നില്ല, ചിലപ്പോൾ ഒരു 100 കുഴി കുഴിച്ചാലും കണ്ടെത്തണം എന്നില്ല. കുഴിച്ച് അങ്ങ് അറ്റം ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ നിധി നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു കുഴിയോ 2 കുഴിയോ അല്ലെങ്കിൽ 10 വീഡിയോ 100 വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പം നമ്മുടെ ഹാർഡ് വർക്ക് നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത് തെളിഞ്ഞ് വരുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ നല്ലൊരു റിസൾട്ടിലെത്തുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീഡിയോ നോക്കിയാൽ നിങ്ങൾ ആദ്യം ഇട്ടൊരു വീഡിയോയും ഇപ്പോഴത്തെ നിങ്ങളുടെ വീഡിയോയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ എഡിറ്റിംഗ് രീതി മാറിയിട്ടുണ്ട്, എൻ്റെ സംസാരത്തിൻ്റെ രീതി മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കത്തില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോഴാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കും. അതൊരു കോൺഫിഡൻസ് അല്ല. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് നിന്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് 2 വർത്താനം പറയാൻ നീ പഠിച്ചില്ലേ, അതിൽ കൂടുതൽ നിനക്ക് എന്തോ വേണം. ശരിയാണ്, കറക്റ്റ് കാര്യമാണ് കേട്ടോ. ഫോണിൻ്റെ മുമ്പിൽ വന്നിരുന്ന ഈ ക്യാമറയുടെ നോക്കി 2 വാക്ക് പറഞ്ഞ് ഞാൻ പഠിച്ചത് അത് യൂട്യൂബ് ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, ഈ ആംഗിൾ നിന്നാൽ ശരിയാവോ, ഈ ആംഗിൾ നിന്നാൽ ശരിയാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും വീഡിയോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയൊരു ബെനിഫിറ്റ് അല്ലേ. നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പഠിച്ചു, നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, നേരത്തെ ഒരു ഫോട്ടോ എടുത്ത് അതിൽ ലെറ്റർ എഴുതാൻ, നമുക്കതിൽ ടെക്സ്റ്റ് എഴുതാൻ അറിയാത്ത നമ്മൾ ടെക്സ്റ്റ് എഴുതാൻ പഠിച്ചു, ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, വാച്ച് അവർ നോക്കാൻ പഠിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ പഠിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കരുതുക. നമുക്ക് ചിലപ്പോൾ സക്സസ് ആവാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, സാരമില്ല, വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം സക്സസ് ആവും അല്ലേ. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമുക്കറിയാവുന്നവർക്ക് എല്ലാം നമ്മൾ ഈ ലിങ്ക് അങ്ങ് അയച്ചു കൊടുക്കും. ആരെങ്കിലും ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമോ? നിങ്ങൾ ചിലപ്പോൾ ഒരു 10 പേർക്ക് അയച്ചു കൊടുത്താൽ 2 പേര്, അതും കുറവാണ്, 2 പേര് ചിലപ്പോൾ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത വീഡിയോ ഒന്ന് കാണും. പക്ഷേ അത് ഫുള്ള് കാണുമോ? കാണത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ ജയിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്, നമ്മുടെ മാത്രം വാശിയാണ്. നമ്മളെ ഇപ്പം മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ തയ്ക്കുമ്പോൾ അവരത് ഫുള്ള് കാണണം, അല്ല എൻ്റെ റിലേറ്റീവ്സിന് അയക്കുമ്പോൾ അവരത് ഫുള്ള് കാണണം, ഒരു നിർബന്ധമില്ല. നമ്മുടെ ഫാമിലിയിലുള്ളവർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഒരു ലൈക്ക് പോലും അടിച്ച്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഞാനിപ്പം നമുക്കറിയാമല്ലോ, ഒരു വീഡിയോ ഫസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ആകെ 3-4 പേർക്ക് അയച്ചു കൊടുക്കും. നമ്മൾ എന്തിനാ അയച്ചു കൊടുക്കുന്നത്? അവരത് കണ്ടിട്ട് ഒരു ലൈക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഫുള്ള് കാണട്ടെ. അപ്പം നമുക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, നമുക്കറിയാം ആൾക്കാർ കാണുമ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് അവർ കണ്ടിട്ടുണ്ടോ, അതിൽ ലൈക്ക് അടിച്ചിട്ടുണ്ടോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ചില സമയത്ത് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ കേട്ടോ, ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഒന്ന് കാണാൻ, അവർ കണ്ടന്റ് കാണണ്ട, ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചിട്ട് ഒരു ലൈക്ക് അടിക്കാനുള്ള മനസ്സ് പോലും തോന്നിയില്ലല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പലരും ചിന്തിക്കും, നമ്മളെ ഇവരാരും സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക,
നശിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, നന്നാവുന്ന കാണാൻ ആരും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഈ യൂട്യൂബൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അങ്ങോട്ട് സക്സസ് ആയി വരുവാണെങ്കിൽ ഇവരൊക്കെ നിങ്ങളുടെ പുറകെ വരും, ഒരു ഫോട്ടോ എടുക്കാനും ഒരു വീഡിയോ എടുക്കാനും, അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇപ്പം നിങ്ങളെ അവർക്ക് ആവശ്യമില്ല. പക്ഷെ അവരെ ഒരു ലൈക്ക് കൊണ്ട് പോലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. അതുകൊണ്ട് ദയവേത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ വീഡിയോ ചെയ്ത് ആർക്കും അയച്ചു കൊടുക്കണ്ട. യൂട്യൂബ് നോക്കിയിട്ട് എന്ത് ചെയ്യും, അത് സജസ്റ്റ് ചെയ്യത്തോളൂ. അല്ലാതെ നമ്മൾ ആർക്കും അഴിച്ചു കൊടുത്ത് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ കാണുമെന്ന് വിശ്വാസമുള്ളവർക്ക് മാത്രം, ഫുള്ളി കാണുന്ന വിശ്വാസമുള്ളവർക്ക് മാത്രം നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾ അയച്ചു കൊടുത്തത് ഫുള്ളി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യത്തില്ല, അത് പിന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ജയിക്കുക എന്നുള്ളത് ഇതിൽ സക്സസ് ആവുക എന്നുള്ളത് നമ്മുടെ മാത്രം നിർബന്ധമാണ്, വേറെ ആരുടെ നിർബന്ധമല്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, ആരെ ഡിപ്പെൻഡ് ചെയ്യണ്ട. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ചമ്മൽ വിചാരിക്കേണ്ട, അയ്യോ എനിക്കത് പറ്റത്തില്ല, നാണക്കേട്, ആരെങ്കിലും കണ്ടാൽ എന്തോ വിചാരിക്കും എൻ്റെ വീട്ടിൽ, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കണ്ടൻറ്റ് മാന്യമായിട്ടുള്ള കണ്ടൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, യൂട്യൂബിലൂടെ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് സൊസൈറ്റിക്ക് ദോഷമില്ല, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് ദോഷമില്ല, അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങളാണ് കാണുന്നെങ്കിൽ അവർക്ക് ദോഷമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സക്സസ് ആവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും നല്ല യൂട്യൂബേഴ്സായിട്ട് മാറാൻ കഴിയട്ടെ, അതിലുപരി നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. താങ്ക് യു.